ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ആദ്യം കേട്ട സമയത്ത് ഒന്ന് നെറ്റിച്ചൊളിച്ചു. കാരണം ലാലേട്ടനെ സംബന്ധിച്ച് പല അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാതെ പോയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ കേട്ടതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. പക്ഷേ ഈ അവാർഡ് ലഭിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയിലേക്ക് വന്ന സമയത്ത് ഞെട്ടലാണ്. കാരണം ഇത്രയ്ക്കും വലിയൊരു അംഗീകാരം ലാലേട്ടനോട് മലയാളത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡാണ്. ഇന്ത്യയിൽ സിനിമയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം ലാലേട്ടന് ലഭിച്ചിരിക്കുന്നു. അതിൽ കൂടുതലൊരു സന്തോഷം വേറെ ഇല്ല. രണ്ടാമത് മലയാളത്തിൽ തന്നെ ഇത് ലഭിച്ചത് അവസാനം 2004 അടൂർ ഗോപാലകൃഷ്ണനാണ്. അതിനുശേഷം 20 വർഷങ്ങളെടുത്തു വീണ്ടും ഒരു മലയാളിക്ക് ഇത് ലഭിക്കാൻ, അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് ഈ ഒരു അവാർഡ് വരാനായിട്ട്. ലാലേട്ടനെ സംബന്ധിച്ച് അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ പുരസ്കാരങ്ങളുടെയൊക്കെ കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോളം അംഗീകാരം കിട്ടിയ ആൾക്കാരുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, ദെൻ ഭാരത് അവാർഡ് ഉണ്ട്, ലെഫ്റ്റനന്റ് കേണൽ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ, ഇപ്പം ഫാൽക്കെ അവാർഡ്, ഇങ്ങനെ എല്ലാം ലഭിക്കുന്ന ഒരേ ഒരു അഭിനേതാവ്, അല്ലെങ്കിൽ ലഭിച്ച ഒരേ ഒരു അഭിനേതാവ് ലാലേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും അംഗീകാരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നേടിയ മറ്റൊരു അഭിനേതാവ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്ന മറ്റൊരു അവാർഡ് എന്നുള്ള നിലയ്ക്ക് കാണാം. പക്ഷേ മലയാളികളെ സംബന്ധിച്ചും ലാലേട്ടൻ ആരാധകരെയൊക്കെ സംബന്ധിച്ച് മലയാളത്തിൽ ഇന്ന് വരെ കിട്ടിയതിലുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് ഒരു അഭിനേതാവിന്. മോഹൻലാലിനെ സംബന്ധിച്ച് 2025 എന്നുള്ളത് ഒരുപാട് പ്രൗഡായിട്ടുള്ള ഇയറാണ്. അദ്ദേഹം ബോക്സ് ഓഫീസിൽ നടത്തിയ തിരിച്ചുവരവ്, ഇപ്പോൾ ഈ ഒരു വലിയൊരു അംഗീകാരം, കാരണം ഏറ്റവും പീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പുള്ളിയുടെ തിരിച്ചുവരവെന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഈ ഒരു അവാർഡ് ഒരു പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് പല അവാർഡുകൾ കിട്ടുമ്പോഴും അദ്ദേഹം അത്ര എക്സൈറ്റഡ് ആയി കണ്ടിട്ടേ ഇല്ല. ഇന്നിപ്പോൾ ഏഷ്യാനിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം പണ്ടെങ്ങും ഇല്ലാത്ത വിധം വല്ലാതെ എക്സൈറ്റഡ് ആവുകയും ഒരുപാട് അങ്ങനെ സംസാരിക്കുന്നൊരു ഇത് കണ്ടു, പലരും കേട്ട് കാണും. ഒരുപക്ഷെ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരിക്കും. കാരണം പല രീതിയിലും മോഹൻലാൽ ആരാധകർക്ക് കഴിഞ്ഞ 5 വർഷങ്ങളിൽ പല തരത്തിലുള്ള ഇടിച്ചു താഴ്ത്തലുകളൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. അതിനുള്ള എല്ലാത്തിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ച്, മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പേഴ്സണലി വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. എന്തായാലും ലാലേട്ടന് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു അവാർഡ് സിനിമയിൽ നിന്ന് ലഭിക്കാനില്ല. അപ്പോൾ എന്തായാലും മലയാളികൾക്ക് ഒന്നാകെ, മലയാള സിനിമയ്ക്ക് ഒന്നാകെ അഭിമാനമാണ്.